കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു കുന്നിൻ പ്രദേശമായ പാഞ്ചാലിമേട് പുരാണങ്ങളാലും പ്രകൃതി സൗന്ദര്യത്താലും നിറഞ്ഞു നിൽക്കുന്നു. ഐതിഹ്യമനുസരിച്ച് പുരാണ നായകന്മാരായ പാണ്ഡവരും അവരുടെ ഭാര്യ പാഞ്ചാലിയും വനവാസകാലത്ത് പാഞ്ചാലിമേട്ടിൽ അഭയം തേടിയതിനാൽ കുന്നെന്നർത്ഥം വരുന്ന പാഞ്ചാലിമേട് എന്ന പേര് ലഭിച്ചു. കുട്ടിക്കാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സ്ഥലം പുരാണ ആകർഷണത്തിൻ്റെയും ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും സമ്പൂർണ്ണ സംയോജനമാണ്. ഇതൊരു കുടുംബദിന യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമായി മാറിയിരിക്കുന്നു. കോട്ടയം കുമളി റോഡിലൂടെ കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേട് ഒരു വെല്ലുവിളി നിറഞ്ഞ ട്രെക്കിംഗ് പാതയേക്കാൾ മൃദുവായ ഒരു കാൽനട യാത്രയാണ്. നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ഈ മലകയറ്റം എളുപ്പവും അനുയോജ്യവുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും, വൈകുന്നേരം 6:30-ക്കാണിത് ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ മൂടൽമഞ്ഞുള്ള പുൽമേടുകളും ശാന്തമായ അന്തരീക്ഷവും ഒരു പുസ്തകമൊക്കെയായി വിശ്രമിക്കാനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാനോ അനുയോജ്യമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലമാണ് പാഞ്ചാലിമേട്. ഈ പ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ക്രിസ്ത്യൻ കുരിശുകളും ഒരു ഹിന്ദു ക്ഷേത്രവും കൊടുമുടിയിലുണ്ട്. അതുപോലെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും പുരാണ പ്രാധാന്യത്തിൻ്റെയും സാംസ്കാരിക ഐക്യത്തിൻ്റെയും സവിശേഷമായൊരു സംയോജനമാണ് പാഞ്ചാലിമേട്. നമ്മളൊക്കെ ഒരു പ്രകൃതി സ്നേഹിയായാലും ചരിത്രപ്രേമി ആയാലും അല്ലെങ്കിൽ സമാധാനപരമായ ഒരു വിശ്രമ സ്ഥലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാഞ്ചാലിമേട്ടിൽ വരേണ്ടതാണ് എല്ലാവരും. രാവിലെ ഞങ്ങൾ ഈ മലനിരകൾക്കിടയിലൂടെ എങ്ങനെ നടക്കുക. ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കുവാണേ. അപ്പോൾ നമ്മൾ എക്കോ അടിക്കത്തില്ലേ, അതിനകത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ എക്കോ അടിക്കത്തില്ലേ, അപ്പോൾ അതിനകത്തൂടെ മ്യൂസിക് പോലെ കേൾക്കാം. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമോയെന്നറിയില്ല, നമ്മളിവിടെ വന്ന് നിന്ന് അത് ഫീൽ ചെയ്യണം. അടിപൊളിയാണ്. അപ്പം ഞങ്ങളിനി ഈ കുന്നൊന്ന് കയറിയിട്ട് വരട്ടെ. ഇതങ്ങ് മുകളിൽ വരെ ഈ കുന്ന. ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ഇടിമിന്നൽ ഉള്ള സമയങ്ങളിൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ലെന്ന്. ഓൾറെഡി അവരിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനിയും പെഡൽ ബോട്ട് സർവീസൊക്കെ വരാൻ പോയിനി, അത് തുടങ്ങിയില്ല. ഇതിനെയും കെട്ടിപ്പൊക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ നിറച്ചിട്ട് വരുന്നുണ്ടെന്നിങ്ങനെ ആളുകൾ പറയുന്നേ കേട്ടു. ഞങ്ങൾ വേണ്ടേ ഇവിടെ ഇനി നമുക്ക് അവിടെയാണ് ചെല്ലേണ്ടത്, അവിടെ. ഈ ഒരു ഫ്രെയിം ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാ. ഇത് കയറുവോ ഇതിങ്ങനെ കറക്കുകയോ ഒന്നും ചെയ്യില്ല, ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെയൊന്ന് ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഇവിടെ നിന്ന് താഴോട്ട് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളിത് അവിടെ നിന്നാണ് കയറി വന്നത്. ഈ പാറ കണ്ടോ, ഈ പാറ അടിപൊളി, ഒരു പ്രത്യേകതരം പാറ കണ്ടോ. സിപ്ലൈൻ എന്തുകൊണ്ട് ആ കാണുന്ന അവിടെ ഇല്ലേ, അവിടെ തൊട്ട് ദേ അവിടം വരെയാണ്. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ സിപ്ലൈനിൽ കയറാനാണ്. ഇന്നത് ഇത്ര രാവിലെ ഓപ്പൺ ആയിട്ടില്ല. ഇനി ഞങ്ങൾ വേണ്ട ഈ ഇടവഴിയിലൂടെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. അതേണ്ട ആ ടൈപ്പിലെ കല്ല്. പിന്നെ ഇവിടെയുണ്ട്. ഉള്ളോ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാം കാണാൻ പറ്റും. സൺറൈസും കാണാം, സൺസെറ്റും കാണാം. അതെ. ഇനി അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുക താഴോട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഏരിയാസൊക്കെ ഇഷ്ടമാണോ? ഞങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ഇഷ്ടം. ഭയങ്കര പീസ്ഫുൾ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ.
ഇന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക്, ഇന്ന് 1-ാം തീയതി അല്ലേ, അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് പേട്ടതുള്ളലൊക്കെ ഉണ്ട്. ഭയങ്കര ആളായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ലേ മണ്ഡലകാലം തുടങ്ങുമ്പോൾ ആള് കൂടുമെന്ന്. കണ്ടോ, ഇതുപോലെ നല്ല ആളാ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണേ. ബൈ ബൈ.